ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള PSC പരീക്ഷയിൽ ബയോളജിയിൽ നിന്നും ഒരു പ്രധാന ടോപ്പിക്കായി ചോദിച്ചു കണ്ടുവരുന്ന കോശ കലകൾ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും ജന്തുകലകളെ 4 വിധമായിട്ട് തരംതിരിച്ചിരിക്കുന്നു: ആവരണകല, നാഡീകല, പേശീകല, യോജകകല എന്നിങ്ങനെ 4ആയിട്ടാണ് ജന്തുകലകളെ തരംതിരിച്ചിരിക്കുന്നത്. ആവരണകല, നാഡീകല, പേശീകല, യോജകകല. ഇനി അവ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ആവരണകല. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലകളാണ് ആവരണകല. അന്നപദത്തിന്റെ ഉൾഭിത്തിയിൽ ആവരണം ചെയ്യുന്നതും ആവരണകലയാണ്. അന്നപദത്തിന്റെ ഉൾഭിത്തിയിൽ ആവരണം ചെയ്യുന്നത് ആവരണകല. ശരീരത്തിന്റെ സംരക്ഷണവും സ്രവങ്ങളുടെ ഉൽപാദനം തുടങ്ങിയ ധർമ്മങ്ങൾ നടത്തുന്നതും ആവരണകലയാണ്. ശരീരത്തിന്റെ സംരക്ഷണം, സ്രവങ്ങളുടെ ഉൽപാദനം തുടങ്ങിയ ധർമ്മങ്ങൾ ആവരണകലയ്ക്ക് ഉള്ളത്. അടുത്തതായിട്ട് നാഡീകലയെ കുറിച്ച് നോക്കുമ്പോൾ ശരീരത്തിന് അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുകയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീകലയാണ്. ശരീരത്തിന് അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിക്കുകയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീകലകളാണ്. അടുത്തതായിട്ട് പേശീകലകളെ കുറിച്ച് നോക്കാം. ശരീരത്തിന്റെ ചലനം സാധ്യമാക്കുന്നതാണ് പേശീകല. ശരീര ചലനം സാധ്യമാക്കുന്ന കല ഏതാണ്? പേശീകല. കൂടാതെ ശരീരം സങ്കോചിപ്പിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു പേശീകലകളിൽ. ശരീരത്തിനെ സങ്കോചിപ്പിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നത് പേശീകലകളിലാണ്. അടുത്തതായിട്ട് യോജകകല. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കലയാണ് യോജകകല. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കലകൾ യോജകകലയാണ്. യോജകകലയാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയും ചെയ്യുന്നു യോജകകലകൾ. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും അതേപോലെ അവയ്ക്ക് താങ്ങായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു യോജകകല. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം, ടെൻഡനുകൾ, സ്നായുക്കൾ തുടങ്ങിയവ ചേരുന്നതാണ് യോജകകല. അസ്ഥിയും തരുണാസ്ഥി, നാരുകല, രക്തം, ടെൻഡൻസ്, സ്നായുക്കൾ തുടങ്ങിയവ ചേരുന്നതാണ് യോജകകല. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജകകലയാണ് സ്നായുക്കൾ. അസ്ഥികളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഏതാണ്? സ്നായുക്കൾ. പേശികളെയും അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജകകലയാണ് ടെൻഡൻസ്. പേശികളെയും അസ്ഥികളെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ടെൻഡൻസ്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു സ്നായുക്കൾ. അസ്ഥിയും പേശിയും ടെൻഡൻസ്. ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് യോജകകലയാണ്. ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജകകലയാണ് നാരുകല. കൂടാതെ കണ്ണുകളെയും വൃക്കകളെയും തൽസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നതും യോജകകല നാരുകളാണ്. കണ്ണുകളെയും വൃക്കകളെയും അതിന്റെ തൽസ്ഥാനത്ത് തന്നെ ഉറപ്പിച്ചു നിർത്തുന്ന യോജകകല നാരുകലയാണ്. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് രക്തമാണ്. പദാർത്ഥ സംവഹനവും രോഗപ്രതിരോധം മുതലായ ധർമ്മം നിർവഹിക്കുന്നത് രക്തമാണ്. ശരീരത്തിന്റെ ചലനത്തിന് സഹായിക്കുകയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നത് അസ്ഥിയും തരുണാസ്ഥിയുമാണ്. ശരീരത്തിന്റെ ചലനത്തിന് സഹായിക്കുന്നതും അതേപോലെ ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നത് അസ്ഥിയും തരുണാസ്ഥിയും ചേർന്നിട്ടാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെറിയ ഒരു ടോപ്പിക് വൈസ് വീഡിയോ ആയിട്ട് യോജകകലയെക്കുറിച്ചും പേശീകലയെക്കുറിച്ചും നാഡീകലയെക്കുറിച്ചും ആവരണ കലയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇതിലൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഉൾക്കൊള്ളിച്ച് കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും അതേപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യം കൂടി പരിഗണിക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി,
നമസ്കാരം.